ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനം 91. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രമത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്തു 1000 പേരും നിന്റെ വലത്തുവശത്തു 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതൻ തന്നെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലെയും അണൽമേലെയും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മിതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ അവനക്ക് കാണിച്ചു കൊടുക്കുന്നു. കർത്താവിൻ്റെ വചനം പറയേണ്ട ദൈവമക്കളെ, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാണ്ടിരിക്കാണ്ട് ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ദീർഘായുസായിട്ട് ജീവിക്കും. ഹല്ലേലൂയ, ദൈവം അവനെ കാത്തുകൊള്ളും. ഹല്ലേലൂയ. നമ്മുടെ വലതുവശവും ഇടതുവശവും 10,000 വീണാലും ദൈവം നമ്മളെ കാത്തുകൊള്ളും. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ബാധേനും ഒരു മഹാമാരിനും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിനും ഒന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് നമ്മളുടെ കൂടെയുണ്ട്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. യഹോവ നമ്മുടെ കൂടെയുണ്ട്. യേശു നമ്മുടെ കൂടെയുണ്ട്. ദൈവമക്കളെ, ധൈര്യമായിരിപ്പിൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇത് അന്ത്യകാലമാണ്. കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കണം. കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. മനുഷ്യന്മാർ പലതും പറഞ്ഞ് നടക്കുന്നുണ്ട് ഈ ലോകമോഹത്തിൽ. അതിലൊന്നും നടക്കരുത്. വീണുപോകും, കൈവിടപ്പെടും. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തോ, ഇനി അധികം സമയമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ച്, ദൈവവചനത്തെ മുറുകെ പിടിച്ച് രാപ്പകൽ കർത്താവിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ വചനം ധ്യാനിപ്പാൻ ദൈവം നമ്മൾ സഹായിച്ച് കൃപയ്ക്കായി സ്തോത്രം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ.